നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ നിരവധിയായ പബ്ലിക് സ്കീമുകൾ, അതായത് പ്രധാനമന്ത്രി കൗശൽ യോജന പോലുള്ള പബ്ലിക് സ്കീമുകൾ പൊതുജനങ്ങൾക്ക് പൂർണ്ണമായും ലഭിക്കുന്നില്ല എന്നത് മാത്രമല്ല, അതിലെ ഫണ്ട് അടിച്ചു മാറ്റൽ, വകമാറ്റി ചിലവാക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ശക്തമായിട്ടാണ് ഇപ്പോൾ പ്രതിഷേധം സംഘപരിവാർ നേരിടുന്നത്. അതായത് BJP അവരുടെ ഇലക്ഷൻ ഫണ്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നത് പബ്ലിക് സ്കീമുകളെ വകമാറ്റി ചിലവാക്കി അതുവഴി ഫണ്ട് വെട്ടിച്ച് അവരുടെ ആസ്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി അഴിമതിക്കാരനല്ല എന്നായിരുന്നു ഇത്രയും നാളും ഗർവോടുകൂടി പറഞ്ഞതെങ്കിൽ, അദ്ദേഹം BJPയുടെ ആസ്തി വികസനത്തിന് വേണ്ടി നടത്തിയ തട്ടിപ്പും വെട്ടിപ്പും ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും, കോമൺവെൽത്ത് അഴിമതിയുടെ പേരിൽ CAG ആയിരുന്ന വിനോദ് റോയ് അന്ന് സുരേഷ് കൽവാദിക്കെതിരെയും അതുപോലെ അന്നത്തെ UPA സർക്കാരിനെതിരെയും തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ് ഒരു പരിധിവരെ രണ്ടാം UPA സർക്കാർ പൊളിയാൻ കാരണമായത്. ഒരുപക്ഷെ ഡോക്ടർ മൻമോഹൻ സിംഗും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും നേരിട്ട ഏറ്റവും വലിയ ഗുരുതര ആരോപണമായിരുന്നു കോമൺവെൽത്ത് അഴിമതിയും 2G സ്പെക്ട്രം ഇടപാടും. എന്നാൽ അതിനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള ഹൈടെക് ബുദ്ധിയാണ് BJP ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സെബി എന്ന സ്ഥാപനത്തെ പൂർണ്ണമായും തകിടമറിക്കുകയും അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു ധനകാര്യമന്ത്രിയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പബ്ലിക് സെക്ടറുകളെ മുഴുവൻ അവർ അമ്മാനമാടുകയാണ്, അല്ലെങ്കിൽ അവരുടെ കൃത്യവിലോപം കൊണ്ട് എല്ലാ തരത്തിലും നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അവർക്ക് അതിനൊന്നും ഒരു രീതിയിലും ഒരു നഷ്ടബോധം തോന്നുന്നില്ല. അത് തൻ്റെ പിടിപ്പുകേടാണെന്ന് സമ്മതിക്കുന്നില്ല. അവർക്ക് അതൊക്കെ ഒരു ഭൂഷണമായ കാര്യമായി തോന്നുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും റിസർവ് ബാങ്ക് തന്നെ അവർക്കെതിരെ പോലും പ്രസ്താവനകൾ ഇറക്കേണ്ടി വരുന്നത്. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ വളരെ വ്യക്തമായി പറയുന്നു, ഈ രാജ്യത്തെ പൊതുകടം ഇനിയും വർദ്ധിച്ചുകൊണ്ട് വന്നാൽ അത് സാധാരണക്കാരുടെ മണ്ടയിൽ അധിക ഭാരം ഇറക്കുന്ന തരത്തിൽ നികുതിയുടെ രൂപത്തിലായിരിക്കും കൊടുക്കുന്നത്. കോർപ്പറേറ്റുകളുടെ നികുതി ഒരിക്കലും വർദ്ധിപ്പിക്കില്ല. അവരുടെ നികുതി എഴുതിത്തള്ളാൻ വേണ്ടിയുള്ള സ്കീം, അതാണ് നിർമ്മല സീതാരാമൻ്റെ കയ്യിൽ എല്ലാ കൊല്ലവും ബഡ്ജറ്റ് രൂപത്തിൽ ഉള്ളത്. അവരുടെ ബഡ്ജറ്റ്, അവരുടെ യൂണിയൻ ബഡ്ജറ്റ് എന്നത് ഒരു തരത്തിലും സാധാരണക്കാരെ സഹായിക്കലല്ല, കോർപ്പറേറ്റ് നയങ്ങളെ കൃത്യമായും ബൂസ്റ്റ് ചെയ്യലാണ് അവർ ചെയ്യുന്ന നടപടിക്രമങ്ങളെന്നും, കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്റ്റർ ആയത് അവരുടെ കരിയറിൻ്റെ ഗ്രോത്തിന് സഹായമായതുകൊണ്ട് തന്നെ അവർക്ക് കോർപ്പറേറ്റുകളെ കൈവിടാൻ കഴിയില്ല. ഇപ്പോഴത്തെ സാഹചര്യം BJP നന്നായി മുതലാക്കുന്നുണ്ട്. സുപ്രീം കോടതി നേരത്തെ ഇലക്ഷൻ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കർശന നിർദ്ദേശങ്ങൾ കൊടുത്തതാണ്. അതൊക്കെ കാറ്റിൽ പറത്തി BJP മറ്റു ഇതര വഴികളിലൂടെ പണം സമ്പാദിക്കുകയാണ്.